ഫ്രണ്ട്സ്, വെൽക്കം ടു സൂമേസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കടകളിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രുചിയിലുള്ള ഒരു പരിപ്പ് വട റെസിപ്പി ആയിട്ടാണ്. അപ്പം വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പരിപ്പ് വട ഉണ്ടാക്കുന്ന പരിപ്പാണ്. അപ്പം അത് രാവിലെ ഞാൻ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് നന്നായി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് വാരാൻ വെക്കണം. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായി പോകണം. അപ്പോൾ ഇനി നമുക്ക് പരിപ്പ് ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. അതിന് ശേഷം ഒന്ന് ചെരിച്ച് ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, ചെരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ തോർന്ന് പോയിക്കോളും. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ നന്നാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് സബോള, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, അതൊക്കെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. അതൊക്കെ നന്നാക്കി എടുക്കാം. പിന്നെ ഇതിപ്പോൾ വെള്ളമൊക്കെ നന്നായി വാർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണ്ട, ഒരുവിധം ചെറുതാക്കി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് നമ്മുടെ അതിലേക്ക് അരിഞ്ഞു വെച്ച സാധനങ്ങളുണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം ഞാനിവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഓരോ ഉരുളയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലൊന്ന് പ്ലസ് ചെയ്തിട്ട് ഒന്ന് നല്ലൊരു വട്ടത്തിലാക്കിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഇതാ ഇവിടെ ഇച്ചിരി ചെറുതായിട്ടൊന്നും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് വടയുടെ ഒരു കളറുണ്ടല്ലോ, അതിനനുസരിച്ച് വേണം നമ്മളത് എടുക്കാനായിട്ട്. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് വേവിച്ചെടുക്കണം. കണ്ടോ, ഇതിപ്പോൾ ഇതാ ഇവിടെ ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു കിടിലൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കടയിൽ നിന്നൊക്കെ മേടിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ പരിപ്പ് വട എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.